വൈകുന്നേരം 5 മണി സമയത്താണ് കേട്ടോ അത്. വീഡിയോ കുറച്ചൊരു വെളിച്ച കമ്മിയുണ്ട്, എന്നാലും സാരമില്ല കേട്ടോ. അപ്പം ഞാൻ ബീഫൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ, കറി വെക്കാനാണ്. അപ്പം ഇന്ന് വൈകുന്നേരം അല്ല, രാവിലെ വാങ്ങി വെച്ച ബീഫാണ്. ഇന്ന് ഞാൻ നോമ്പ് നോറ്റിട്ടുണ്ട് കേട്ടോ. വെള്ളിയാഴ്ച നമുക്ക് 2 നോമ്പും കൂടി ഉണ്ട് കടം. അപ്പം അതും കൂടി വീട്ടാന്ന് കരുതിയിട്ട് ഇന്ന് നോമ്പ് നോറ്റു. അപ്പോൾ ഇതാ കറി വെക്കുകയാണ് ഞാൻ, വൈകുന്നേരം വെക്കുന്നത്. ഇവിടെ ഈ വർക്ക് ഏരിയയിൽ നമ്മൾ നേരത്തെ വന്നുകൊണ്ട് കുക്ക് ചെയ്യാന്ന് വെച്ചാൽ നല്ല വെയിലിൻ്റെ ചൂടുമാണ്. പക്ഷെ എന്താ കുറേ പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ 5 മണി ആവട്ടെ എന്ന് കരുതിയിട്ട് അപ്പം അങ്ങനെ ബീഫൊക്കെ മുറിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുക്കറിൽ വേഗം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും വലിയുള്ളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഉലുവയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേഗം ഒന്നിച്ചാണ്ട് വഴറ്റി കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടോ. അപ്പോൾ വേഗം ആവാനായിട്ട് ഒന്നായിട്ടൊക്കെ ഇട്ടുകാണ്ട് എണ്ണ ഒഴിച്ച് കൊടുത്തത്. ഉള്ളിയൊക്കെ വഴന്ന് വന്നപ്പോൾ ഞാൻ തക്കാളി ഒരു 3-4 ചെറുതാട്ടോ മുറിച്ചിട്ട് കൊടുത്തു. പിന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ ഇറച്ചിയും 2 കിഴങ്ങും കൂടി അതിലിട്ടിട്ട് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് അടച്ച് വെച്ചു. ഇനി 5-6 വിസിൽ വരട്ടെ. ഇനി ഇവിടെ കുറച്ച് മാവ്, കുറച്ച് മാവ് ഉള്ളതിന് ഞാൻ എടുത്തതാട്ടോ. അവിടെ ആട്ടിയച്ച മാവുണ്ട്, നല്ല അടിപൊളി മാവാട്ടോ. പൊങ്ങി വന്ന ദോശ ഇങ്ങനെ ചുടുമ്പോൾ നമുക്ക് ചുട്ടുകൊണ്ടിരിക്കാൻ തോന്നും. അങ്ങനെ ഇതാ ദോശ ചൂടാണ്. 2-3 ദോശയും ചൂടാന്ന് കരുതി. ദോശയും ബീഫ് കറിയും ശരിയാവുമെന്ന് അറിയില്ല, എന്നാലും കഴിച്ചു നോക്കാം. ഉണ്ടാക്കിയ പാടാകുമ്പോൾ ടേസ്റ്റൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ ഒരു ഓറഞ്ച് എടുത്ത് അതൊന്ന് ജ്യൂസ് അടിക്കാന്ന് കരുതിട്ടോ. ഓറഞ്ച് വെറുതെ ജ്യൂസ് വെള്ളത്തിലടിച്ചാൽ എനിക്ക് രാവിലെ അല്ല, നമ്മൾ വെറും വയറല്ലേ, കാലി വയറിലേക്ക് അപ്പോൾ ഒരു കാഞ്ഞ വയറാവും. അപ്പോൾ അത് ഒരു പ്രശ്നമാവുന്ന കരുതിയിട്ട് ഞാൻ കുറച്ച് പാലൊഴിച്ച് ജ്യൂസ് അടിച്ചു. അങ്ങനെ ജ്യൂസൊക്കെ എടുത്തപ്പോൾ ഏകദേശം നമുക്ക് ബാങ്ക് കൊടുക്കാനായിട്ടാ ജ്യൂസും ഗ്ലാസ്സിൽ വെച്ചു. നമ്മുടെ ദോശ എടുത്തു. പിന്നെ ബീഫ് കറിയും കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ ചെറിയൊരു കടികളൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട്, പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ നോമ്പ്, അപ്പം അത്രയൊക്കെ മതി. പിന്നെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം, ബാങ്ക് കൊടുക്കണം കാത്തിരിക്കാൻ. ഞാൻ ഒറ്റയ്ക്കായിട്ട് കേട്ടോ ഇവിടെ തന്നെ ഇരിക്കുന്നത്. മക്കളും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ടേബിൾ മേൽ പോയിരിക്കും. ഇപ്പം ഇതാ ആദ്യം വെള്ളം കുടിക്കാൻ ബാങ്ക് കൊടുക്കുമ്പോൾ കേട്ടോ. വെള്ളമാണ് ഞാൻ ആദ്യം കുടിക്കുന്നത്, പിന്നെയാണ് ജ്യൂസ് കുടിക്കുന്നത് കേട്ടോ. വെള്ളം ആദ്യം കുടിച്ചാലല്ലേ നമുക്ക് ഒരു ഉഷാറുണ്ടാവുള്ളൂ. അപ്പം പിന്നെ ഞാൻ ആ ഒരു ദോശയും കൂടിയും കഴിച്ചു കൊടുത്തു. കാരണം ഇനി ഇതിൻ്റെ നിസ്കരിക്കാനൊക്കെ അങ്ങോട്ട് പോയാൽ അതിൻ്റെ ഇടയിൽ ഇങ്ങോട്ട് വരണ്ടല്ലോ അത്. അങ്ങനെ ബാങ്ക് കൊടുത്ത് നമ്മൾ ചായയൊക്കെ കുടിച്ച്, ചായ ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ കോപ്പയിലുണ്ട് കേട്ടോ, ഞാൻ എടുത്തിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ അപ്പം നമുക്ക് വെള്ളവും ജ്യൂസൊക്കെ കുടിച്ചപ്പോൾ ചായ കുടിക്കാനൊന്നും തോന്നിയില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. നമുക്ക് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടാണ് ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. എല്ലാവർക്കും ബായ്, അസ്സലാമു അലൈക്കും.